ഇപ്പൊ മെയിൻ സ്ട്രീമിലുള്ള എല്ലെണ്ണം എന്നെ പണ്ട് താത്തിട്ടുണ്ട്, അടിച്ച് താത്തിട്ടുണ്ട്. ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്ത് 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 അങ്ങനെ സബ് കയറ്റി അങ്ങനെ ഇതാക്കിയതാണ്. അതായത് ഇപ്പം ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരും, മീൻസ് നമ്മളെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരും ഒരാള് വഴി അടുത്ത ആള് വന്നതാണ്, മനസ്സിലായോ? അതായത് ആദ്യം ഒരാളുണ്ടാവും, അയാള് വേറെ ആളെ പിടിച്ചു കയറ്റും, ഇയാൾ ഇപ്പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ചു കയറ്റും, എല്ലാവരും കണക്റ്റഡ് ആണ്, മനസ്സിലായോ? ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ എന്റെ തന്നെ സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ആരുമായിട്ടും സഹകരിച്ചിട്ടുമില്ല, ആരും കമ്പനി ആയിട്ടുമില്ല. പിന്നെന്ന് വെച്ചാൽ ഇങ്ങോട്ട് താത്താനേ വന്നിട്ടില്ല, ആര് കൈ പിടിച്ച് പൊന്തിക്കാനൊന്നും വന്നിട്ടില്ല. ചവിട്ടി താത്താൻ നോക്കിയിട്ടുണ്ട് കുറെ ആള്, താത്തിയിട്ടും ഉണ്ട്. പിന്നെ കുറച്ചാലും ബ്രേക്ക് എടുക്കും, പിന്നെ തിരിച്ചു വരും. പിന്നെ തിരിച്ചു വരും, അങ്ങനല്ല. പിന്നെ എപ്പോഴാ ലൈവ് സ്ട്രീം ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്? ഈ ഗീതിന്നൊക്കെ വിട്ടിട്ട് ലൈവ് തുടങ്ങാമെന്ന് എപ്പോഴാ തീരുമാനിച്ചേ? ലൈവ് തുടങ്ങാൻ തീരുമാനിച്ചേ ലൈവ് പക്ഷെ ഇപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ തൊപ്പി? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ എൻജോയ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് കുറെ പ്രഷറും ഇതെല്ലാം ഉണ്ട്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നെല്ലായിട്ട് കുറെ പ്രഷറുണ്ട്. ഇടക്കിടക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ലൈവ് സ്ട്രീം തുടങ്ങുന്നതിന് മുന്നേ ഓരോ വാർ കഴിഞ്ഞിട്ട് അതിലേക്ക് കയറുന്നത്. ഞാൻ അതിൽ കയറുമ്പോ എല്ലാവരും മുന്നിൽ ചിരിക്കുന്നത് കളിക്കുന്നത്. പക്ഷെ ആ സ്ട്രീം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അരമണിക്കൂർ മുന്നേ മൊത്തം ആട്ടുതുപ്പൽ ഏറ്റു വാങ്ങി എല്ലാവരെയും നിന്ന് അടിയും വാങ്ങി ഇതും വാങ്ങിയിട്ടാണ് ഞാൻ സ്ട്രീമിലേക്ക് വന്ന് റൂമിലേക്ക് കയറി ലോക്ക് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ്, മനസ്സിലായോ? അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാ ചില മൊമെന്റ് എല്ലാം എൻജോയ് ചെയ്യും. ഇങ്ങനെ മറന്നു പോകുമ്പോ എൻജോയ് ചെയ്യും, മനസ്സിലായോ? എൻജോയ്മെന്റ് അല്ല, അവര് മറന്നു പോലാണ്, മനസ്സിലായോ? പിന്നെ ബാക്കിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സ്ട്രീം തുടങ്ങി തീരുന്നവരെ സ്ട്രീം തീരുമ്പോ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങുമോ മൊത്തം അങ്ങനെ. ഐസോ സ്പീഡിനല്ല, അറിയോ? അറിയോ? ഇമിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടല്ലേ തൊപ്പിനെ ഓൾമോസ്റ്റ് ആളുകൾ പറയുന്നത്. ശരിക്കും ആളിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ഈ നാട്ടിൽ അങ്ങനത്തെ വേ ഓഫ് സ്ട്രീമിംഗ് ആരും ചെയ്യല്ലോ. അതായത് ഓഡിയൻസിന്റെ വാക്ക് കേട്ടിട്ട് ആരും ഒന്നും ചെയ്യല്ലോ. പിന്നെ എന്നോട് ഇടക്ക് ഓഡിയൻസ് ഇൻസ്റ്റ തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും വാട്സപ്പ് തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും അതായത് ഞാൻ സാധാരണ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജസ് എല്ലാം കാണിക്കാൻ പറയുമ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ചെയ്യും. എല്ലാ ദിവസവും സ്ട്രീം തുടങ്ങുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ DM-ഉം ഇതെല്ലാം തുറന്നു നോക്കും. ഇതെല്ലാം ഇങ്ങനെ സ്ട്രീം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ വന്നതാണ്, മനസ്സിലായോ? ഇങ്ങനെ ഓഡിയൻസ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അവരിങ്ങനെ ഓരോന്ന് ആസ്ക് ചെയ്യും. അതിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ അങ്ങനെ ആയതാണ്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഓഡിയൻസ് ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം വരും. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഹിറ്റായത്, മനസ്സിലായോ? സാധാരണ സ്ട്രീമേഴ്സ് ഓഡിയൻസിന്റെ വാക്ക് ഒരു പരിധിന്റെ അപ്പുറം കേൾക്കൂല, മനസ്സിലായോ? ഞാൻ ഇവരെന്ത് പറഞ്ഞാലും ചെയ്യും, എന്ത് പറഞ്ഞാലും. അങ്ങനെ കുറെ പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ചിലപ്പോ എനക്ക് ഇങ്ങനെ പണി കിട്ടുന്ന കാണാനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? എന്തായിരുന്നു ഒരു കിട്ടിയ ഒരു പണി ഒന്ന് ഷെയർ ചെയ്തേ? എല്ലാം പണി തന്നെയല്ലേ ഒരു കണക്കിന് നോക്കുമ്പോ. അല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അയ്യോ ഇതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കലില്ല. ലൈവിന്റെ ടൈമിൽ ഞാൻ ചിന്തിക്കില്ല. കാരണം ഒന്നാമത് വീട്ടിൽ നിന്ന് വിടുന്നെല്ലാം ഫുൾ പ്രഷറും കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് വരുമ്പോ ഞാൻ മൊത്തമായിട്ട് അതിൽ വീഴുകയാണ്. അവരെന്ത് പറഞ്ഞാലും ഞാൻ ഒരു പൊട്ടനെ പോലെ കേൾക്കും, മനസ്സിലായി? എനിക്ക് വേറെ വഴിയില്ല. മീൻസ് ഞാൻ മൊത്തം എല്ലാം മറന്നതിലേക്ക് പോകും. ഞാൻ അങ്ങനെ ചിന്തിക്കലില്ല. സത്യം പറഞ്ഞാൽ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കലില്ല, ഒന്നും ചിന്തിക്കലില്ല. മുന്നിൽ എന്താ കാണുന്നത് വായിക്കും, എന്താ തോന്നുന്നത് പറയും. അങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, കൊറേ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചില വോയിസ് മെസ്സേജസും കാര്യങ്ങളൊക്കെ തൊപ്പി ലൈവില് തന്നെ കാണിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ എന്തൊക്കെയാ തൊപ്പിയുടെ അടുത്ത് ഓരോ ആൾക്കാർ പറയുന്നത്? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുമോ? പറയുന്നവർ പറയട്ടെ വിചാരിക്കണം. പറയുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ തെറി വിളിക്കുന്ന എന്നെ എല്ലാവരും തെറി വിളിക്കുന്നതെന്ന് പറയും. ഞാൻ എന്നോട് പറയുന്നതിന് തിരിച്ച് റിപ്ലൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആരും ഇതുവരെ അങ്ങോട്ട് പോയി വെറുതെ തെറി വിളിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും എന്നോട് പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്ത പറയുമ്പോ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് തെറി പറയേണ്ടി വരും. പിന്നെന്താ ചെയ്യണ്ടേ? വേറെ വഴിയില്ലാടാ. എന്നാ ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ. തൊപ്പിയെടുത്ത ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതാണേ. പിന്നെ മെസ്സി റൊണാൾഡോ, തൊപ്പിയോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മെസ്സി റൊണാൾഡോ, മെസ്സിയുടെ ലാസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റിനടിയിലൊക്കെ തൊപ്പി 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 തരംഗമായിരുന്നോടെ മെസ്സി റൊണാൾഡോ. അതാണ് വിഷയം ഇവിടുത്തെ. തൊപ്പിനോട് ചോദിക്കാൻ ഏറ്റവും വിഷയം പിടിച്ച ചോദ്യം മെസ്സി റൊണാൾഡോ ആണ്.
ഈ ചങ്ങായി റൊണാൾഡോ ഫാനാണ്. നീനെ ഒഴിവാക്കിയതാണ്. ഇത് ആദ്യം ഞാൻ നല്ല കമ്പനി ആയി ചങ്ങായിനോട്. പിന്നെ നോക്കുമ്പോഴേക്ക് ആള് റൊണാൾഡോ ഫാന്. റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞ എന്തിനാ അങ്ങനെ കമ്പനി ഒഴിവാക്കുന്നത്? നല്ലൊരു ഫ്രണ്ട് അല്ലേ? ഒഴിവാക്കിയിട്ടൊന്നുമില്ല. റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞ ബുദ്ധി മരവിച്ച ടീമാണ്. അവർക്ക് കറക്റ്റ് അറിയില്ല, മനസ്സിലായോ? അപ്പൊ മെസ്സി ഫാൻസോ? മെസ്സിക്ക് വേൾഡ് കപ്പ് വരെ ഉണ്ട്. റൊണാൾഡോക്ക് ഒന്നുമില്ല, മനസ്സിലായോ? റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോ അല്ലേ, ഫുള്ള് ഇങ്ങനത്തെ ഇത് മാത്രമേ. റൊണാൾഡോ ഫാൻസ് ഇളകും കേട്ടാ. റൊണാൾഡോ ഫാൻ ഇറങ്ങിക്കോട്ട്, അതിനെന്താ? അവിടെ കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ റൊണാൾഡോ ഒരു ഗുഡ് പ്ലെയർ അല്ലേ? ഗുഡ് പ്ലെയർ ആയിരിക്കും, പക്ഷെ മെസ്സിയാണ് ബെറ്റർ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മെസ്സിയുടെ ഒരു പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ്സിലാണ് തൊപ്പിനെ വീണ്ടും കുറെ ആൾക്ക് ഇത് ആരാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞിട്ട് മെസ്സി ഫാൻസ് കുറെ പേരും മെസ്സിയുടെ എന്ത് പറഞ്ഞു മുത്തേ നൈസ് തന്നെയാന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ കാര്യം മെസ്സിയോ കാണിച്ചറിഞ്ഞ എന്ത് പറഞ്ഞത്? മുത്തേ നൈസ് തന്നെയാന്ന്, നീ ചെയ്യുന്നല്ലേ നൈസ് തന്നെയാന്ന് പറഞ്ഞു. അത് മെസ്സി ഫോൺ ഓഫ് ആയി. പിന്നെ ഇത്ര നേരം പാട്ട് പാടിക്കൊണ്ടിരുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മെസ്സിന്റെ കമന്റ് സെക്ഷനിൽ അത്രയും അതെന്തുകൊണ്ടാ? തൊപ്പിയുടെ ഒരു ഫാൻസ് പേജിൽ ഒരു കമന്റ് അതിനകത്ത് പോയപ്പോഴേക്കും മെസ്സി അതിനകത്ത് റിപ്ലൈ ഇട്ടു. അങ്ങനെയാണ് ഇട്ടില്ലേ? തൊപ്പി അല്ലല്ലോ ശരിക്കും ഇട്ടത്, ഞാൻ തന്നെയാണ്. പിന്നെ അത് ഞാനാണ്. മെസ്സി എനിക്ക് മെസ്സേജ് തന്നിട്ടേ പേഴ്സണൽ മെസ്സേജോ? ഇങ്ങനെയാണോ മെസ്സി സംസാരിക്കുന്നത്? ശരിക്കും പറ, മെസ്സി എന്താ പറഞ്ഞത്? മെസ്സി എന്താ പറഞ്ഞെന്നുള്ള അത് എന്റെ പേഴ്സണൽ കാര്യം. പക്ഷെ എന്നെ മെസ്സി അറിഞ്ഞില്ല, എന്നെ മെസ്സി നോക്കിയില്ലേ. ഈ റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിൽ ഒട്ടകള. ഒരു മിനിറ്റ്, റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ റൊണാൾഡോ ഫാൻ ആരാണ്? ഏറ്റവും വലിയ റൊണാൾഡോ ഫാൻ ആരാ? ഐസോ സ്പീഡ്. ഓനെ ഇതുവരെ റൊണാൾഡോ തിരിഞ്ഞു നോക്കിയാ. റൊണാൾഡോ എനിക്കൊരു മെസ്സേജ് അയക്കുക പോലും ചെയ്തിട്ടില്ല, മനസ്സിലായി? ഓനുണ്ട് എന്നുള്ള കാര്യം പോലും റൊണാൾഡോക്ക് അറിയില്ല, മനസ്സിലായോ? പക്ഷെ മെസ്സിനെ തിരിഞ്ഞു നോക്കി. അതാണ് മെസ്സി റൊണാൾഡോ തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായോ? നിങ്ങളിപ്പോ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ഫ്രണ്ട്സ് ആയല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ആ മെസ്സേജ് ഇപ്പൊ കാണിക്കാൻ വിശ്വസിക്കില്ല. കമന്റില് റെസ്പോണ്ട് ചെയ്തു, ഓക്കെ ശരി സമ്മതിച്ചു. പക്ഷെ അതെല്ലാരും കാണുകയും ചെയ്തതാണ്. ഇത്ര നേരം അതിനകത്ത് പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഓഫായി പോയി. അല്ലേ ഞാൻ കാണിച്ചു തരുന്നു. ശരി, ഓക്കെ, അങ്ങനെ ആവട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തൊപ്പി ചുമ്മാ നോണ പറയാന്ന് എനിക്ക് തോന്നുന്നു. തൊപ്പിക്ക് എന്താകാൻ ആഗ്രഹം? എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പബ്ജി പ്ലെയർ ആണ്. ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്റെ പേര് ഓർമ്മ വരണം, മനസ്സിലായോ? ബെസ്റ്റ് പ്ലെയർ ആണ് എനിക്ക്, അതാണ് എന്റെ ആഗ്രഹം. വേറെ ആഗ്രഹമൊന്നുമില്ല. ഓക്കെ, ഈ ബൂട്ട് ക്യാമ്പിലെ ബോയ്സ് അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആണോ? ഇപ്പൊ കൊമ്പനെ പരിചയമുണ്ട് എന്നല്ലാണ്ട് എനിക്ക് വേറെ ആരും എത്തിയതൊന്നുമില്ല. ഹിപ്സ്റ്ററിനെ കഴിഞ്ഞ ദിവസം വിളിച്ചില്ലായിരുന്നോ? വിളിച്ചതേ ഉള്ളൂ, പിന്നെ ഇതാക്കിയിട്ടൊന്നുമില്ല. കമ്പനിയാ? വേറെ ആരായിട്ടാ ഇതുപോലത്തെ സ്ട്രീമേഴ്സിൽ ഏറ്റവും കമ്പനി ആയിട്ടുള്ള? കാസ്ട്രോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കാസ്ട്രോ ആയിട്ടൊന്നും കമ്പനി ഇല്ല. ഞാൻ ആരുമായിട്ടും അങ്ങനെ കമ്പനി ആക്കിയില്ല. തുടങ്ങുന്നേ ഉള്ളു, ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നേ ഉള്ളു. ഇപ്പൊ ഹിപ്സ്റ്റർ ആയിട്ടെല്ലാം ചിലപ്പോ കമ്പനി ആവും. ആ ഒറ്റ പ്രാവശ്യം ഞാൻ ഹിപ്സ്റ്ററിനെ വിളിച്ചിട്ടില്ല, അതിന് ശേഷം വിളിച്ചിട്ടില്ല. വിളിക്കണം, ഇങ്ങനെ ആരെങ്കിലും കമ്പനി ആക്കണം, നോക്കണം. ആഗ്രഹമുണ്ട് ആരെങ്കിലും ആയിട്ട് ചങ്ങായിമാരാണ്. അടുത്തൊരു വീഡിയോ കൂടെ കാണിക്കട്ടെ. ഇതെല്ലാം ഇതിന് എന്നെ തന്നെ കാണിക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാൻ കളിക്കുന്നതാണ്. ഇതെന്തിനാ എന്നെ തന്നെ കാണിക്കുന്നത്? എന്നെ ക്രിഞ്ചാക്കാനാ? ക്രിഞ്ചാവുന്നുണ്ടപ്പോ? എങ്ങനെയുണ്ട്? അടി ഇത് ഞാനൊന്നും അല്ലടാ, ഇത് ഞാനൊന്നും അല്ലടാ, തൊപ്പിയാണ്. അതെ, തൊപ്പിനെ ഗൂഗിളിൽ അടിച്ച് നോക്കിട്ടുണ്ടാ ഇങ്ങനെ തൊപ്പിയുടെ പേര്? ഇപ്പൊ തന്നെ യൂട്യൂബില് തൊപ്പിന്ന് അടിച്ചപ്പോ യൂട്യൂബിൽ വരും, ഗൂഗിളിൽ വരുന്നുണ്ടോ? ഗൂഗിളിൽ നമുക്ക് പഠിച്ചു നോക്കിയാലോ? ഗൂഗിളും വരൂല, ഗൂഗിളിൽ അടിച്ചാലും യൂട്യൂബിൽ തന്നെ വരും. ശരിയാ. തൊപ്പിന്ന് പറഞ്ഞിട്ടൊരു മൂവി ഒക്കെ ഉണ്ട് തോന്നുന്നു. ഇല്ല, പിന്നെ മറ്റേ തൊപ്പിയൊക്കെയാ വരുന്നത്. ഇപ്പൊ സ്പീഡിനെ ഇൻസ്പയർ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായാലോ. ഇപ്പൊ മെസ്സി മെസ്സേജ് അയച്ച പോലെ സ്പീഡിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് റീസെന്റ് ആയിട്ട് എന്തോ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. സ്പീഡ് തന്നെ റിയാക്ട് ചെയ്യുന്നല്ലേ? റിയാക്ട് ചെയ്യുന്ന വെച്ചാ എന്റെ ചാറ്റിൽ എല്ലാരും, ഞാൻ ലൈവ് ചെയ്യുന്ന അതേ സമയത്ത് സ്പീഡ് ലൈവ് ചെയ്ത്, അപ്പൊ എന്റെ ചാറ്റിൽ എല്ലാരും സ്പാം ചെയ്ത് സ്പീഡ് റൈഡ് എന്നിട്ട്. ഞാൻ ആദ്യം ഒന്നും ഇതാക്കിയിട്ടില്ല, പിന്നെ നല്ല പറഞ്ഞപ്പോ ഞാൻ പോയി.
അങ്ങനെ ചെയ്യാൻ പറ്റില്ല ശരിക്കും. വേറൊരു സ്ട്രീമറിന്റെ പ്രത്യേകിച്ച് സ്പീഡിന്റെ ഉള്ള സ്ട്രീം എന്റെ സ്ട്രീമിൽ തുറന്ന് കാണിക്കുന്നോടുകൂടി എനിക്ക് പണി കിട്ടും, മറ്റേ സ്ട്രൈക്ക് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനെല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം റൈഡ് ചെയ്തു, ഒരു ചെറിയൊരു 30 സെക്കൻഡ് റൈഡ് ചെയ്തു. അപ്പൊ അവന്റെ ചാറ്റ് മൊത്തം തൊപ്പി എന്നുള്ള പേര് മാത്രം വന്നിട്ട് ഓന് എടുത്തു നോക്കി, എന്റെ ചാനൽ എടുത്തു നോക്കി. അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് സമയം ഇങ്ങനെ അതിന്റെ തെറി വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തെറി വിളിച്ച്, തമാശക്കായിരിക്കും പക്ഷെ എന്നാലും അങ്ങനെ തെറി വിളിച്ച് എടുത്തു നോക്കി എന്റെ ചാനലില്. അതിന് ശേഷം ഓന്റെ ഫാൻസിന്റെ ഇടയില് ഞാനെന്ന് പറഞ്ഞ ഒരാളുടെ ഓന്റെ ഫാൻസിന്റെ ഇടയിൽ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഓന്റെ ട്വിറ്റർ പേജിലും ഓന്റെ ടീമുമായിട്ട് ഓന്റെ ടീമിന്റെ ഇടയിലും എന്റെ പേര് വരാൻ തുടങ്ങി. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട് എന്നിട്ട് ഞാൻ ട്വിറ്ററിൽ എടുത്ത് നോക്കിയപ്പോ ഇത്രക്കാലം ഓരെ കുറിച്ച് വിചാരിച്ച എല്ലാ ഇതും പോയി. ഞാൻ ഇവരെല്ലാം അത്രയും ഇൻസ്പയർഡ് ആയി അത്രയും മനസ്സിൽ വെച്ച് നടന്നിരുന്നു. പക്ഷെ ഇവരെല്ലാം അത്രയും എക്സ്ട്രീം റേസിസ്റ്റ് ആണ്. ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ ഇവർക്ക് തീരെ പിടിക്കൂല. ഇന്ത്യക്കാരെ അവർ അങ്ങനെയാണ് കാണുന്നത്, അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ചിന്ത അങ്ങനെയാന്ന് പറഞ്ഞതിന് ശേഷം ആ ഇൻസ്പിറേഷൻ ഞാൻ വിട്ട് അത് വേണം വെച്ചു. കാരണം അത്രയും എക്സ്ട്രീം റേസിസ്റ്റാ മൊത്തം എല്ലെണ്ണവും, ഒരാളും രണ്ടാളൊന്നും അല്ല, എല്ലെണ്ണവും അങ്ങനെയാണ്. ഓരോ ഉള്ളിന്റെ ഉള്ളിലുള്ള ചിന്തകൾ അങ്ങനെ ഇന്ത്യക്കാരെ കുറിച്ച് അവർ അങ്ങനെ കാണുന്നത്. ഇപ്പൊ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല.